ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടപ്പത്തിരിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അതിനായിട്ട് അത്യാവശ്യമുള്ള മൈദപ്പൊടിയാണ്. ഞാൻ 1 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ്, അല്പം ഏലക്കാപ്പൊടി, ഒരു കോഴിമുട്ട. മുട്ടത്തൊണ്ട് കളയുന്നിട്ട് അതിനൊരു ആവശ്യമുണ്ട്. വെള്ളമൊഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടുകയും ചെയ്യാട്ടെ. ഇപ്പോൾ കുറച്ച് ഞാൻ പൊടി എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒരു മുട്ട എടുത്തിട്ടുള്ളൂ. നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കട്ടായിട്ടാതെ. നല്ലോണം മിക്സ് ചെയ്തെടുക്കണ്ടേ. വിസ്ക് വെച്ചാണ്ട് മിക്സ് ചെയ്തിരിക്കണം. തിക്കോ അല്ലാന്ന് ലൂസോ അല്ലാത്തൊരു പരിവാണ്ട് ഇത് കണ്ട. വിസ്ക് വെച്ച് തന്നെ മിക്സ് ചെയ്യണമെന്നില്ല കേട്ടോ. ഒരു സ്പൂൺ ആയാലും മിക്സ് ചെയ്ത് മതി. അത് ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയിലിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുത്ത് മതി കേട്ടോ. ഞാൻ ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഒരു 5 മിനിറ്റ്. ഇതാണ് മുട്ടപ്പത്തിന് ഉണ്ടാക്കുന്ന ചട്ടി. എല്ലാവർക്കും അറിയാൻ പറ്റും. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞ മണ്ണിന്റെ ചട്ടിയാണ്. ഫ്രൈ പാനിൽ ഉണ്ടാക്കിയാൽ ശരിയായിരിക്കും, പക്ഷേ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ. ഇതിനായിട്ട് പെട്ടെന്ന് ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. ആദ്യമൊക്കെ ഉണ്ടാക്കും. ഒട്ടിപ്പിടിക്കുന്നത് മാറാനായിട്ട് നമുക്ക് ഈ മുട്ടയുടെ ഉള്ളിൽ ആ ചെറിയ വെള്ളയില്ലേ, അതിൻ്റെ ഈ മുട്ട തൊണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനകത്തിട്ട് നമുക്കിതൊന്ന് കഴുകിക്കളയും. ചട്ടി വെച്ചാൽ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. തീ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യത്തെ ഒന്ന് നല്ലോണം പരത്തി കൊടുക്കുക. ആദ്യത്തെ പെർഫെക്ഷനിൽ കിട്ടണമെന്നില്ല, ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കും. അത് കുഴപ്പമില്ല. രണ്ടാമത്തെ തൊടിയാൽ നല്ല ആ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ അധികം പരത്തി കൊടുത്താൽ രണ്ടാമത്തെ തൊടി ഉണ്ടാവും. ആ വട്ടത്തിൽ തന്നെ നമുക്ക് ചുട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പം വെന്തിട്ടുണ്ട് നമുക്ക് എടുക്കാം. ആദ്യത്തെ അപ്പം കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ, ഒട്ടിപ്പിടിക്കും. അത് ഓർത്താനും പേടിക്കേണ്ട. അത് രണ്ടാമത്തെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓവറായിട്ട് പ്രസ് ചെയ്തിട്ടാ ചട്ടി പൊട്ടിപ്പോകും. ആദ്യത്തെ അപ്പം കുളവും, അതോർത്ത് പേടിക്കേണ്ട. അതെല്ലാവരെയും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ആദ്യത്തെ അപ്പം ഇങ്ങനെ ആവുള്ളൂ. ഇങ്ങനെ കൊമളച്ചും വരും, നല്ലോണം വീർത്തൊരു ആദ്യത്തപ്പം. അത് കുഴപ്പമില്ല. ആദ്യത്തപ്പം അതുകൊണ്ട് കുറേ മാവിനകത്ത് ഒഴിക്കേണ്ട കേട്ടോ. കുറച്ച് ഒഴിച്ച് പരത്തെടുത്താൽ മതി. ഇതേപോലെ ആവുള്ളൂ. രണ്ടാമത്തെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. രണ്ടാമത്തെ ഒഴിക്കാട്ടെ. ചട്ടി അതേപോലെ ഇരിക്കും കേട്ടോ. ഒട്ടിപ്പിഴിച്ചിരുന്നാലും കുഴപ്പമില്ല. അതൊന്ന് ചുരണ്ടി കളഞ്ഞാൽ മതി. നമുക്ക് ഒന്ന് പരത്തി കൊടുക്കാം. ഇത്ര പരത്തിയാൽ മതി. തീ കുറച്ചിടണം കേട്ടോ. എപ്പോഴും വളരെ കുറച്ചിട്ട് മതി. നമുക്കിത് മൂടി വെക്കാം. നമുക്കിത് വെന്താന്ന് നോക്കാട്ടോ. ഇത് വെന്തെന്നുള്ള കറക്റ്റ് പാകം സൈഡിൽ നിന്ന് കണ്ട ഇതേപോലെ ഇങ്ങനെ വിട്ട് വരും. അപ്പം നമുക്ക് എടുക്കാട്ടോ. ആദ്യത്തെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അടുത്തത് തുടങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ അപ്പമുണ്ട് ഇത് കണ്ട. അപ്പോൾ കറക്റ്റായിട്ട് ഇനി എല്ലാം നല്ല പഞ്ഞിയിൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളൂ. എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. മുട്ടപ്പത്തിരി എല്ലാം റെഡി ആയിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുട്ടപ്പത്തിരി എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലും ഇവിടെ ആലുവയിലൊക്കെ മുട്ടപ്പത്തിരി എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഓട്ടടാന്ന് പറയും കേട്ടോ. ഇതിന് കോമ്പിനേഷൻ ആയിട്ട് നല്ല തേങ്ങാപ്പാലും പഞ്ചസാരയാണ്. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്ത എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വൈകുന്നേരം ക്ലാസ് ഒക്കെ വരുമ്പോൾ കൊടുക്കണം. നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കാണാൻ എല്ലാവരും വീഡിയോ കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോണം. ഓക്കെ, ബൈ.